أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ 7:15 ക്ലാസ് തുടങ്ങാറുണ്ടായത്. ഇപ്പോൾ മഗ്‌രിബ് 6:06 അപ്പോൾ 7 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് തുടങ്ങണം. 8 മണിക്ക് അവസാനിപ്പിക്കാം. ക്ലാസ് തുടങ്ങി 5:10 ശാം കൊടുക്കും. ഒരു ശേഷം ബാങ്ക് കൊടുത്തൊരു മണിക്കൂർ ഗ്യാപ്പുണ്ട് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഹജ്ജിലെ 17-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഇനി 18-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമർ. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر. والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس. والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس. والشجر والدواب وكثير من الناس وكثير حق عليه العذاب. والشجر والدواب وكثير من الناس وكثير حق عليه العذاب. ومن يهن الله فما له من
مكرم إن الله يفعل ما يشاء ومن يهن الله فما له من مكرم إن الله يفعل ما يشاء അപ്പോൾ അലം തറ അന്നല്ലാഹ അവിടെ നൂന് മണിച്ചിട്ടാണ് അതുണ്ട് അന്നല്ലാഹ യസ്ജുദു ലഹു ലഹു എന്നുള്ളിടത്ത് കുറച്ച് നീട്ടിയിട്ടാണ് ഓതുണ്ട്. കാരണം വമ്മൻ്റെ ശേഷം ചെറിയ വാവ് ഉണ്ടാവും. മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് അവിടൊക്കെ അസ്ലിയായ മധ്യേ ഉള്ളൂ, രണ്ടക്ഷരം നീട്ടിയാൽ മതി. സമാവാതി വൽ സമാവാതി അങ്ങനെ ഓതേണ്ട ആവശ്യമില്ല, രണ്ടക്ഷരം മാത്രം നീട്ടിയാൽ മതി. മൗഫിസ്സ അവിടെ മന്നിനെ മണിക്കണം. അവിടെ നൂന് സാക്കിനത്താണ്. നൂന് സാക്കിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമല്ല വന്നിട്ടുള്ള ഫ ആണ്. അതുകൊണ്ട് തന്നെ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് അർദ് നിർത്തുകയാണെങ്കിൽ വമൻ ഫിൽ അർദ്, നിർത്താതെ ഓതാണെങ്കിൽ വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാൽ വൽ ഖമറു. ഖമർ നിർത്തുകയാണെങ്കിൽ വൽ ഖമർ റാക്ക് സുക്കൂൻ നിർത്തണം. നിർത്താതെ ഓതാണെങ്കിൽ വൽ ഖമറു വന്നുജൂമു അവിടെ നൂനെ മണിക്കണം. വന്നുജൂമു നൂനിനെ ശബ്ദമുള്ള നൂനെ മണിച്ചിട്ടാണ്. വന്നുജൂമു വൽ ജിബാലു വശ്ശജറു. പിന്നെ നോക്കണം വദ്ദവാബു എന്നാണ് അതുണ്ട്. അവിടെ 6 അക്ഷരം എന്ത് ചെയ്യണം, നീട്ടണം. നമ്മൾ വലദ്ദാലീനല്ലേ, വലദ്ദാലീൻ എന്നുള്ളതുണ്ട്. കാരണം അംസയുടെ ശേഷം മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദ് വരിക. ഷദ്ദ് വരുന്ന ആദ്യത്തെ അക്ഷരത്തിന് എന്താണ്, സുക്കൂനാണ്. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദ് വരിക, അതാണ് വലദ്ദാലീൻ അവിടെ നിട്ടണം. അതുപോലെ തന്നെ വദ്ദവാബു വകസീറും വദ്ദവാബു ബാക്ക് ശബ്ദമുണ്ട്. വദ്ദവാബു വകസീറും മിനന്നാസ്. വകസീറുൻ എന്ന നൂനു തൻവീൻ എന്ന നൂനു സാക്കിനത്തിന് തൻവീൻ്റെ നൂനു സാക്കിനത്തിന് രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന എന്ന് പറയാം. അഥവാ കസീറുൻ എന്നുള്ള നൂനു സാക്കിനത്തിനെ മീമിലേക്ക് മറിച്ച് മീമാക്കി. അതാണ് വകസീറുൻ മിനന്നാസ് ഓതാൻ പാടില്ല. വകസീറുൻ എന്നല്ല, വകസീറും മിനന്നാസ് അവിടെ മീമിനെ മണിക്കണം. പിന്നീട് അന്നാസ് നിർത്തുമ്പം അന്നാസ് എന്ന് പറഞ്ഞ് നിർത്തണം. വഖഫിൽ മദ് കുറച്ച് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. പിന്നെ വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. വകസീറുൻ മണിക്കാൻ പാടില്ല, കാരണം ഹ ഇൽഹാറിന്റെ അക്ഷരമാണ്. വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. അദാബ് അവിടെ നിർത്തുമ്പോൾ വഖഫാണ്, അവിടെ വഖഫ് ചെയ്യണം. വഖഫ് ചെയ്യുമ്പോൾ മദ്ദിനെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അദാബ് എന്ന അസ്ലിയായിട്ട് 2 മദ്ദേ ഉള്ളൂ, പക്ഷെ വഖഫിൽ വരുമ്പോൾ 5 or 6 നീളത്തിൽ പോകാം. അദാബ് എന്നതിൻ്റെ ഇടയിൽ കൂടെ ഓതാണെങ്കിൽ 2 അക്ഷരം നീട്ടണം. നിർത്താതെ ഓതാണെങ്കിൽ അദാബ് 2 അക്ഷരം. നിർത്തുകയാണെങ്കിൽ വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. അദാബ് അവിടെ ഹുറൂഫുൽ ഖൽഖല കുബ്രയാണ് എന്ന് പറഞ്ഞാൽ അദാബ് എന്നാണ് നിർത്തേണ്ടത്.
വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. വമൈ അവിടെ നൂന് ഇൽഹാർ ചെയ്യാൻ പാടില്ല, മണിക്കാനും പാടില്ല, ഇഖ്ഫാ ചെയ്യണം. ഫജറിനെ ഉച്ചരിക്കാൻ പാടില്ല. വമൈ അവിടെ യാന് ചെറിയ മണിക്കൽ കൊടുക്കുക. വമൈ യുഹിനില്ലാഹു, വമൈ യുഹിനി അല്ലാഹു നോക്കരുതിട്ടോ. എന്താ കാരണം? കെസറിന് ശേഷം ഇസ്മുൽ ജലാലത്തുന്ന തർക്കീഖാണ് എന്ന് പറഞ്ഞാൽ കെസർ ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹി എന്ന് പറയാൻ പറ്റും. ബിസ്മില്ലാഹി എന്ന് പറ, അല്ലാഹു എന്ന് പറയാം. വമൻ യുഹിനില്ലാഹു, യുഹ് അതാണ് അവിടെ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിമിൻ. കാഫിന് സുക്കൂനാണ്. മുക്രിം, മുക്രിമിൻ ഇന്നല്ലാഹ യഫ്അലു മാ യശാ. അവിടെ നിർത്തുന്ന സന്ദർഭമാണ്. ഇത് സജദയുടെ ഒരു ആയത്താണ്. സൂറത്തുൽ ഹജ്ജിൽ 2 സജദൻ്റെ ആയത്തുകളുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ മാത്രമാണ് 2 സജദൻ്റെ ആയത്തുകളുള്ളത്. പക്ഷെ അത് ഞാൻ ശേഷം പറയാം. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും അല്ലാഹുവിൻ്റെ പടപ്പുകൾ അവന് ചെയ്യുന്ന സുജൂദിൻ്റെ വിശേഷണങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. അലം തറ, അലം തറ എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ലേ എന്നർത്ഥം. നീ കണ്ടില്ലേ. അപ്പം ഇനി ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ 2 തരം റുയത്തുണ്ട്, 2 തരം കാഴ്ചകളുണ്ട്. എത്ര തരമുണ്ട്? 2 തരം. ഒന്ന് കണ്ണുകൊണ്ട് കാഴ്ച ഉണ്ട്, പിന്നെ ഏതാ കൊണ്ട് കാണല്ലേ? കണ്ണുണ്ടല്ലോ അതിനെ കാണാം. ഹൃദയം കൊണ്ടൊരു കാഴ്ച ഉണ്ട്, റുയ ഖൽബിയ്യ. എന്താ പറയാ? ഒന്ന് റുയ ബസരിയ, കണ്ണോടുള്ള കാഴ്ച. കണ്ണോടുള്ള കാഴ്ചക്കാണ് റുയ ബസരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാഴ്ച റുയ ഖൽബിയൻ, ഹൃദയം കൊണ്ട് കാണാം. അങ്ങനെ ഹൃദയം കൊണ്ട് കാണല് മനസ്സിലാക്കുക, അറിയുക. ഇപ്പോ ഇതെങ്ങനെ മനസ്സിലാക്കുക? കണ്ണുകൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ കാണേണ്ടത് എങ്ങനെ മനസ്സിലാക്കുക? അത് അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം. 2 കർമ്മമുണ്ടെങ്കിൽ, കർമ്മം എന്ന് പറഞ്ഞ മഫ്ഊലാണ്, അതായത് ഒരു ക്രിയക്ക് 2 മഫ്ഊൽ ഉണ്ടെങ്കിൽ, റഅ എന്ന് പറയുന്ന കർമ്മത്തിന് 2 മഫ്ഊൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഖൽബിയായിരിക്കും. അപ്പോൾ നോക്കിക്കോളി, സൂറത്തു ഫീൽ കാണാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. എന്താണ് അർത്ഥം? അസ്ഹാബുൽ ഫീലിനെ എന്ത് ചെയ്തു എന്ന് നബിയെ നിങ്ങൾ കണ്ടില്ലേ? നബി എങ്ങനെ കാണൂ? നബി ഒന്ന് ജനിച്ചിട്ടൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ 1 വർഷം മുമ്പാണ് ആനക്കലഹം ഉണ്ടായത്. 1 വർഷം മുമ്പാണ് ആനക്കലഹം. അത് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ആനക്കലഹം നീ കണ്ടില്ലേ? അപ്പൊ അവിടെ കണ്ടില്ല എന്നുള്ള ഉദ്ദേശം എന്താ? അറിഞ്ഞില്ലേ എന്നാണ്. ശരി. കാരണം 2 മഫ്ഊലുകൾ, 2 കർമ്മങ്ങൾ ഉള്ളതാണ് റഅ എന്ന ഫിഅലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കാണുക, മനസ്സിലാക്കുക. ഇവിടെ 2 മഫ്ഊലുണ്ട്. എന്നാൽ 1 മഫ്ഊലാണ്. റഅയ്തു അൽ ബൈത്ത, ഞാൻ എന്ത് ചെയ്തു? വീടിനെ കണ്ടു. അവിടെ എന്താ അർത്ഥം? മനസ്സിലാക്കിയെന്നല്ല, കണ്ടു. ഇപ്പൊ ഈ മാസപ്പിറവിന്റെ വിഷയത്തിൽ നമ്മൾ ചില ആൾക്ക് പുതിയ വാദം ഉണ്ടല്ലോ, മാസം കാണണ്ട, എന്ത് ചെയ്താൽ മതി? അവിടെ ഉണ്ടായാൽ മതി, അറിഞ്ഞാൽ മതി. കാരണം അലം തറ കൈഫ ഫഅല റബ്ബുക ഓതിയിട്ട് അവർ പറയല് കണ്ടോ, അലം തറ നബി കണ്ടില്ലല്ലോ, ഇങ്ങോട്ട് റഅ എന്നല്ല പ്രയോഗിച്ച്. അപ്പൊ സൂമൂൽ റുയത്തി, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞത് അത് കണ്ണുകൊണ്ട് കാണണമെന്നില്ല. അതൊക്കെ നബിൻ്റെ കാലത്ത് ഈ കണക്കും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കണക്കും കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്ക് അത് തെറ്റായ വാദമാണ്. കാരണം അവിടെ മാസപ്രയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒന്ന് വിഷയത്തിൽ എല്ലാ സ്ഥലത്തും 1 മഫ്ഊൽ, 1 കർമ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് അർത്ഥം? അറിയുക എന്നർത്ഥത്തില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിൽ തന്നെ പറഞ്ഞു, ഫഇന്നഹും അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ 30 പൂർത്തീകരിച്ച് ആയിരിക്കണം മാസം കണക്കാക്കേണ്ടത്. അവിടെ ഉണ്ടാവുന്ന കണക്കാക്കിയിട്ട് എണ്ണം തയ്ക്കാനല്ല പറഞ്ഞു.
അത് വേറെ വിഷയം. അപ്പൊ ഇവിടെ അലം തറ എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾ അറിയുന്നില്ലേ, കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നില്ലേ, അല്ലെങ്കിൽ മനുഷ്യന്മാർ അറിയുന്നില്ല. അന്നല്ലാഹ് നിശ്ചയമായും പടച്ച റബ്ബ് യസ്ജുദു ലഹു ആ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാൻ ഫിസ് സമാവാത്ത് ആകാശങ്ങളിൽ ഉള്ളവർ എല്ലാം, ആകാശങ്ങളിലുള്ളവർ എല്ലാം. മൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്മോസുല എന്ന് പറയും, അമൂമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആകാശങ്ങളിൽ എത്ര മലക്കുകളുണ്ടോ അത്രയും മലക്കുകൾ എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ ആകാശത്ത് ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലമല്ല, 4 വിരൽ വെക്കാനുള്ള സ്ഥലമല്ല. ഇല്ലാ വൽ മലക്കു സാജിദുൻ ഫീ അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്. എന്താ പറയുക, ഒരു 4 വിരൽ എന്ന് പറയുക ഏകദേശം ഒരു ഇത്ര സ്ഥലം. അപ്പൊ 1 ഇഞ്ച് നമ്മൾ സാധാരണ 1 ഇഞ്ച് 2 ഇഞ്ച് 1 ഇഞ്ച് പോലും സ്ഥലം അള്ളാഹുവിന്റെ ബാനലോകത്ത് ഇല്ല, അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ. അപ്പൊ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. വമൻ ഫിൽ അർദ് ഭൂമിയിൽ ഉള്ളവരും എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഭൂമിയിൽ ഉള്ളത് മൊത്തത്തിൽ എന്ന് പറഞ്ഞു, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും ഒക്കെ അള്ളാഹു സുജൂദ് ചെയ്യുന്നുണ്ട്. ഇത് മൊത്തത്തിൽ പറഞ്ഞതാണ്. പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യും. ഇത് മൊത്തത്തിൽ പറഞ്ഞു, ആമായി പറഞ്ഞു. ഇനി ഓരോന്നിനെ പ്രത്യേകം പറയണം. വശംസു സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സൂര്യന്റെ സുജൂദ് എങ്ങനെയാ? ഇപ്പൊ നമ്മള് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിന്നാണ് സൂര്യൻ സുജൂദ് റുക്കുന്ന് പോകുന്നത് കാണൂല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹാബത്തിനോട് നബി ചോദിച്ചു, സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് നിങ്ങൾക്കറിയോ സൂര്യൻ എടുക്കാൻ പോകണമെന്ന്? സഹാബത്തോട് അല്ലാഹു റസൂലുഹു അലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ ദിവസവും സൂര്യൻ പ്രഭാതമാകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ സൂര്യൻ എവിടേക്കാണ് പോകണമെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലുമാണ് കൂടുതൽ അറിയുന്നവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ദിവസവും ഉദിക്കുന്നതിന്റെ മുമ്പ് സൂര്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദം ചോദിക്കണം, ഞാൻ എൻ്റെ സഞ്ചാരം തുടരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്താൽ എന്ത് ചെയ്യും? മുന്നേക്ക് വയ്ക്കാറ്. ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, പിന്നെ എന്ത്, നീ വന്ന വഴിയിൽ തന്നെ വയ്ക്കോ. അങ്ങനെയാണ് സൂര്യൻ എന്ത് ചെയ്യുക? വന്ന വഴിയിൽ അഥവാ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതാണ്. ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളം എന്താ? വലിയ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കാറുന്നില്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യന് മുന്നോട്ട് പോകാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ സൂര്യൻ വന്ന വഴിയിൽ തന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അതാണ് ഖിയാമത്ത് നാൾ. ഇപ്പൊ ഖിയാമത്ത് നാൾ നടക്കുന്നത് വരെ അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സുജൂദ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സുജൂദ് പോലെ ആകണമെന്നില്ല. കാരണം ശേഷം വേറെയും ഒരുപാട് ജീവജാലങ്ങൾ സുജൂദ് വരുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, നമ്മുടെ സുജൂദ് എന്ന് പറഞ്ഞാൽ 7 അവയവങ്ങൾ നിലത്ത് വെച്ചിട്ടുള്ളതാണ് മനുഷ്യന്റെ സുജൂദ്. പക്ഷെ സൂര്യനും ചന്ദ്രനും അങ്ങനെ അവയവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ സുജൂദ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയ്ക്ക് കീഴൊതുങ്ങുന്ന ഒരു പ്രക്രിയ. അത് അള്ളാഹുക്ക് ഒരുക്കും അറിയാമോ. പക്ഷെ സൂര്യൻ എന്തുണ്ട്? സുജൂദ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് സൂര്യന്റെ ഓരോ ദിവസത്തെയും ചലനം. മനസ്സിലല്ലേ? അത് മനുഷ്യന്മാർ കണക്കൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്മാർക്കല്ല സൂര്യന്റെ നിയന്ത്രണം. വൽ ഖമറു
ചന്ദ്രനും സുജൂദ് ചെയ്യുന്നു. വന്നുജൂം, നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സൂര്യൻ എത്ര വലിയ സൃഷ്ടിയാണ് ആണല്ലോ. ചന്ദ്രൻ എത്ര വലിയ സൃഷ്ടിയാണ്. സൂര്യനേക്കാൾ വലുപ്പമുള്ള കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരാരും കിബിർ നടിക്കണില്ല, അവർക്കാർക്കും അഹങ്കാരമില്ല. ഇനി മാത്രമല്ല, ഇത് മൂന്നും ഇവിടെ പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട്. അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദി മൊത്തത്തിൽ പറഞ്ഞിട്ട് പിന്നെ ഈ മൂന്നെണ്ണത്തെ അല്ലാഹു പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ മൂന്നിനെയും ആരാധിച്ചിരുന്ന ആളുകൾ അവിടെ ഉണ്ട്. സൂര്യദേവനെ ആരാധിക്കുക, ചന്ദ്രനെ ആരാധിക്കുക, നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്ന ആളുകളൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ട്. ഇന്നുണ്ടല്ലോ സൂര്യ നമസ്കാരം ഉണ്ടല്ലോ. യോഗ എന്താ? യോഗ കളിക്കുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഞാൻ യോഗന്നല്ല. അതിൽ സൂര്യ നമസ്കാരം പ്രഭാതത്തിൽ സൂര്യൻ ആരാധനയുടെ ഭാഗമാണ്, ശിർക്കാണ്. അതൊന്നും ഉണ്ട്, മനസ്സിലായില്ലേ? അതിന് പേരെന്തിട്ടാലും പറ്റില്ല. അത് സൂര്യനുള്ള സുജൂദ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും സൂര്യൻ നേരെ നിൽക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കാരണങ്ങളില്ലാതെ നിസ്കരിക്കാൻ പാടില്ല. നഫിലി നിസ്കരിക്കാൻ പാടില്ല. ഇപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കാമണിക്കൂർ കഴിയുന്നവരെ നിസ്കാരങ്ങൾ പാടില്ല. നിസ്കാരം കഴിയുന്ന പാടില്ല എന്നൊരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നഫിലി നിസ്കാരങ്ങൾ എന്നതിന് പറയാം, അത് പാടില്ല. കാരണം എന്താ? അത് മറ്റു സമുദായങ്ങൾ ആ സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ സൂര്യന് സുജൂദ് ചെയ്യുന്ന സമയമാണ്, അസ്തമന സമയം. അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ ഒരാൾ അസർ നിസ്കരിച്ചിട്ടില്ല, സൂര്യസ്തമിക്കാൻ പോകണം, കുറച്ച് കഴിഞ്ഞപ്പോൾ നിസ്കരിക്കാൻ പാടില്ല, പറ്റില്ല, അപ്പോൾ അസർ നിസ്കരിക്കണം. അതായത് നിയമം അയാൾക്ക് ബാധകമല്ല, മനസ്സിലായില്ലേ? നിസ്കരിക്കുക, അതായത് ഞാൻ എന്താ പറയുക, കാരണങ്ങളില്ലാത്ത നിസ്കാരം, അത് നഫ്ലിയായ നിസ്കാരം എന്ന് പറയാം. സുന്നത്ത് നിസ്കാരങ്ങൾ പലതരമുണ്ട്, എവിടുത്തെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, പറഞ്ഞപ്പോൾ പറയാം. സുന്നത്ത് നിസ്കാരങ്ങൾ മുഅക്കദായത്ത് സുന്നത്തുണ്ട്. മുഅക്കദ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രബലമായ ഇതിൽപ്പെട്ട റവാത്തിബ് നിസ്കാരം, അതുപോലെ തന്നെ പിന്നെ തഹിയ്യത്ത് നിസ്കാരം, ഇതൊക്കെ മുഅക്കദായ സുന്നത്തുകളാണ്. അതുപോലെ തന്നെ മുഅക്കദല്ലാത്ത നഫ്ലിയായ പിന്നെ മുസ്തഹബായ സബബുള്ള നിസ്കാരം, ഇപ്പോൾ ഒന്നുണ്ടാക്കേണ്ട റക്അത്ത് നിസ്കാരം, മനസ്സിലായില്ലേ? ഒന്നുണ്ടാക്കേണ്ട റക്അത്ത് നിസ്കാരമുണ്ട്. ഇനി ഇതൊന്നുമല്ലാത്ത വിരോധിക്കപ്പെട്ട സമയത്തല്ലാത്ത സമയത്ത് ഒരാൾക്ക് നമസ്കരിക്കാവുന്ന നമസ്കാരമുണ്ട്. അതിന് നഫിൽ എന്ന് പറയാം. അതിന് പ്രത്യേകിച്ച് ഹദീസും തെളിവൊന്നും വേണ്ട. അതിന് ഇന്ന സമയത്തിന് നമസ്കരിച്ചും തെളിവ് വേണ്ട. ഇന്ന സമയത്ത് പിന്നെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സമയമാകരുതെന്നുള്ളൂ. ഇപ്പം പശാമരിവിൻ്റെ സമയമാണല്ലോ, ഭാഷാവം കൊടുത്ത്. അതുപോലെ ബാങ്കിൻ്റെ അടിയിൽ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ അടിയിൽ 2 റക്അത്ത് നിസ്കാരം കേട്ടോ, അതൊക്കെ മുസ്തഹബായ സുന്നത്തായ നിസ്കാരമാണ്. ഇനി ഒരാൾക്ക് ഇപ്പോൾ 11 മണിക്ക് രാവിലെ 11 മണി എടുക്കാൻ തോന്നുകയാണ്, ഇപ്പം എനിക്ക് 2 റക്അത്ത് 4 റക്അത്ത് നിസ്കരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിച്ചൂടെ? അപ്പോൾ 11 മണിക്ക് നബി നിസ്കരിച്ചതിന് തെളിവുണ്ടോ വെച്ചാൽ ഉണ്ടാവില്ല. ആ നിസ്കാരത്തിന് എന്താ പേര് പറയാം? നഫ്ലിയായ നിസ്കാരം എന്ന് പറയാം, നല്ല എക്സ്ട്രാ. അത് നമുക്ക് എത്ര നിസ്കരിക്കാം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തൊക്കെ ളുഹറിന് പള്ളി വന്ന് 20 റക്അത്ത് വരെ നിസ്കരിച്ചു എന്ന് ഹദീസിലുണ്ട്. എത്ര? 20 റക്അത്ത്. അപ്പോൾ എത്ര നേരത്തെ പള്ളിക്ക് എത്തിയിട്ടുണ്ടാവും? 20 റക്അത്ത്, 24 റക്അത്ത്, എത്ര നിസ്കാരം? അതാണ് നഫ്ൽ നിസ്കാരം എന്ന് പറഞ്ഞത്. അപ്പം അതിന് ഹദ്ദില്ല, നഫ്ൽ നിസ്കാരം. അപ്പം അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുമില്ല. പക്ഷെ നഫ്ൽ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അത് ആ പ്രത്യേക സമയത്ത് സ്ഥിരമായി നിസ്കരിക്കാൻ പാടില്ല. ഒരാൾ 11 മണി നോക്കിയിട്ട് അപ്പം 4 റക്അത്ത്, അത് വിദാത്താണ്. ഒരാൾക്ക് ഇപ്പം തോന്നാണ്, ഒരാൾക്കൊരു പിന്നെ നീച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം തോന്നാൻ നിസ്കരിക്കാം. പക്ഷെ ആ സമയം നിസ്കരിക്കുന്നത് ഏത് സമയത്താകാൻ പാടില്ല? ഈ 3 സമയത്താകാൻ പാടില്ല. സുബഹിൻ്റെ ശേഷം, അസറിൻ്റെ ശേഷം, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പും ആകാൻ പാടില്ല.
നമുക്ക് ഇൻഷാല്ലാഹ് റമളാൻ വരുമ്പോൾ പറയാം. ഇപ്പം ഒരു നിറവസ്കരിക്കുക അക്കത്ത് മതിനൊന്നും ഇപ്പം ഇരുവില്ല. അത് പണ്ട് കാലത്തേന് ഇപ്പോൾ അവിടെയൊക്കെ പോയിരുന്നു. കഴിഞ്ഞ റമളാൻ ഞാൻ പോയതില്ല. അവിടെ 13 നടക്കാത്തുള്ളൂ. അൽഹംദുലില്ലാഹ്. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞ നമ്മൾ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിൻ്റെ മുമ്പ്. അപ്പോൾ ഈ മൂന്നിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഈ 3 ആരാധിച്ചിരുന്ന ആളുകൾ അവിടെ ഉണ്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന നിർദ്ദേശം എന്താ വെച്ചാൽ, നിങ്ങൾ എന്തിനെയാണോ ആരാധിക്കുന്നത് അത് അള്ളാഹിനെ ആരാധിക്കണേ. നിങ്ങൾ എന്തിനെയാണോ ആരാധിക്കുന്നത് അത് അള്ളാഹിനെ. ഈ വാക്കുള്ള കൂടെ കേട്ടോട്ടെ. വൽ ജിബാൽ, പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിമ്പ്രമല സുജൂദ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സുജൂദ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ആ പർവ്വതങ്ങളൊക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളും അതിൻ്റെ അള്ളാഹുവിനുള്ള കാര്യങ്ങളും പാലിച്ചുകൊണ്ടും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുമാണ് എന്ത് ചെയ്യണത്? ജീവിക്കണത്. മനസ്സിലല്ലേ? പർവ്വതങ്ങൾ വരെ അള്ളാഹുവിനെ പേടി. അതുകൊണ്ടാണ് വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്. വലിയ വലിയ മലകളിൽ കിടക്കുന്ന വലിയ വലിയ കല്ലുകൾ അത് അള്ളാഹുവിനെ പേടിച്ചിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഈ ജിബാലിൽ നിന്നാണ് കല്ലുണ്ടാകുക. ജബലിൽ നിന്നാണ് എന്തുണ്ടാകുക? കല്ലുണ്ടാകുക. ഈ കല്ല് കൊണ്ടാണ് എന്തുണ്ടാക്കുക? വിഗ്രഹം ഉണ്ടാക്കുക. ഈ കല്ലുകൊണ്ടാണ് എന്തുണ്ടാക്കുക? വിഗ്രഹം ഉണ്ടാക്കുക. അപ്പൊ ഈ വിഗ്രഹം ഉണ്ടാക്കപ്പെടുന്ന കല്ല് ആർക്കാ സുജൂദ് ചെയ്യണത്? ഇതാണ് തൗഹീദ് എന്നാണ്. ഇത് മനസ്സിലാക്കിയവനും വലിയ ഭാഗ്യം. ഇത് മനസ്സിലാക്കാത്ത പേര് പൊട്ടണ. തൗഹീദാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ പിന്നെ കല്ലുകൊണ്ടാണ് ജാറം പൊന്തിക്കുക അല്ലേ? ഈ ജാറം പൊന്തിക്കാൻ ഉപയോഗിക്കുന്ന കല്ല് ആർക്കാ സുജൂദ് ചെയ്യണത്? ആർക്കാ ചെയ്യണത്? അള്ളാഹ്ക്ക്. ഇങ്ങോട്ട് ഈ വിവരമില്ലാത്ത മനുഷ്യന്മാർ ഈ കല്ലിന്റെ മുമ്പ് പോയിട്ട് എന്ത് ചെയ്യാ? ശുദ്ധിയ. ഈ മണ്ണാർക്കാട് പോയൊക്കെയാണ് നാട്ടുകല്ല് നട സ്ഥലം. ആരെയും കണ്ടോ? റോഡ് സൈഡിൽ ഇങ്ങനെ വലിയ കല്ല് കാണാം. അങ്ങോട്ട് അതിന്റെ മുമ്പ് കണ്ട് പ്രാർത്ഥിക്കുക മനുഷ്യന്മാർ. ആ കല്ലും ആർക്കാ സുജൂദ് ചെയ്യണത്? അള്ളാഹ്ക്ക് സുജൂദ് ഉണ്ട്. അള്ളാഹ് പറയാം വൽ ജിബാൽ, പർവ്വതങ്ങളും അതിലെ കല്ലുകളും ഒക്കെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു. അപ്പൊ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വശജറു, ഷജർ എന്ന് പറഞ്ഞ മരങ്ങൾ. ഭൂമിയിൽ എത്രമാത്രം മരങ്ങളുണ്ടോ ആ മരങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് സുജൂദ് ചെയ്യുന്നത്. അപ്പൊ മരങ്ങൾ എങ്ങനെ? ഇപ്പൊ ഈ മരങ്ങളൊക്കെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്, അള്ളാഹിനെ പുകഴ്ത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, വൈകുന്നേരമാകുമ്പോൾ മരങ്ങളും പർവ്വതങ്ങളും പറയുന്ന, പരസ്പരം ചോദിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുന്ന തസ്ബീഹ് ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് നിന്റെ അടുക്കിലൂടെ കടന്നുപോയോ വന്നോന്ന്. ഇപ്പൊ ചില മരങ്ങൾ പറയും അൽഹംദുലില്ലാഹ് ഉണ്ട്. ചില പർവ്വതങ്ങൾ പറയും ഇന്ന് ആരും ഇതിൽ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കണമൊക്കെ ഈ മരങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷിയാകും ഇൻഷാ അല്ലാഹ്. കാര്യം ഈ മരങ്ങൾക്ക് ബുദ്ധി ഇല്ലെങ്കിലും ഇദ്റാക്ക് ഉണ്ടെന്ന്. ഇദ്റാക്ക് എന്ന് പറഞ്ഞാൽ ഗ്രഹണ ശക്തി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ബാങ്ക് കൊടുക്കുന്നവന്റെ ശബ്ദം എത്തുന്ന പരിധിയിലുള്ള സർവചരാചരങ്ങളും, അൽ ഹജർ വശജർ, കല്ലുകളും മരങ്ങളും ഈ മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യും? സാക്ഷി പറയും പരലോകത്ത്. അതാണ് ബാങ്ക് കൊടുക്കുന്നതിന് മഹത്വം. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞാൽ ആ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള മുഴുവൻ മരങ്ങളും കല്ലുകളും ആ മനുഷ്യന് വേണ്ടി പരലോകത്ത് എന്ത് ചെയ്യും? സാക്ഷി പറയും. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ലുകൾ സലാം പറഞ്ഞിരുന്നു. അപ്പൊ കല്ലുകൾക്ക് എങ്ങനെ നബിനെ അറിയാം? ആ കല്ലുകൾ ഇദ്റാഖുണ്ട്.
ബുദ്ധി ഉണ്ട് എന്നല്ല പറഞ്ഞു. മനസ്സിലായില്ലേ? കാരണം അത് അള്ളാഹു ആർക്ക് കൊടുത്ത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളൊരു തെങ്ങ് വെച്ചുട്ടിക്കൂടെ? കുറച്ചെന്ന് പറഞ്ഞാൽ പിന്നെ തെങ്ങ് എടുക്കാൻ പോവാ, ഇങ്ങനെ പോകണം. ഈ പുഴവക്കിലൊക്കെ ഉള്ള തെങ്ങ് കണ്ടില്ലേ? പുഴവക്കിൽ തെങ്ങ് ഉണ്ടാകുക ഇങ്ങനെ പോകണം, വളഞ്ഞു പോകണം. ആരെ പിടിച്ചതിനെ വളച്ചത്? നമ്മൾ വളച്ച് നീർത്തില്ല, അതിനാരെ പിടിച്ച് വളച്ചത്? അതിനെ വളച്ചോ? അതിൻ്റെ ജീനിൽ അള്ളാഹു കൊടുത്താണ് ഇതറാ. ഇതിൽ കൂടെ നേരെ പോയാൽ എനിക്ക് സൂര്യപ്രകാശം കിട്ടൂല. സൂര്യപ്രകാശം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ പോകണം. നിങ്ങൾ ഇവിടെ ഒരു കുഴി കുഴിച്ചിട്ട് വെള്ളം അതിൽ സ്റ്റോർ ചെയ്തിരിക്കും മണ്ണിൽ. നിങ്ങളൊരു ഒരു 50 മീറ്റർ ദൂരെ ഒരു തെങ്ങ് വെച്ച് നോക്കി, ആ തെങ്ങിൻ്റെ വേര് ഒടുക്കത്തും ഈ കുഴിക്കത്തൂലേ? നമ്മൾ തെങ്ങ് അവിടെപ്പുറത്ത് കുഴി കിട്ടോ, അവിടെ പോയിക്കോട്ടെ, നമ്മൾ ആരെയും പറയണ്ടോ? ആ തെങ്ങിന് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയത് ഈ ഇവിടെ വെള്ളക്കുഴി ഉണ്ടെന്ന്? ആ വിവരം കൊടുത്ത്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔൻ ചോദിച്ചില്ലേ, ഒമർ റബ്ബുക്കുമ, സൂറത്ത് താഹ വിശദീകരിച്ചു പറഞ്ഞത്, ഒമർ റബ്ബുക്കുമ യാ മൂസ റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അതാണ് ഹിദായത്ത്, അതാണ് ഇദ്റാഖ് എന്ന് പറഞ്ഞത്. അതെല്ലാ ജീവജാലങ്ങൾക്കുണ്ട്. മനസ്സിലല്ലേ? ആ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്? സുജൂദ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കല്ലുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. ലോകത്തുള്ള മരങ്ങൾ, ഈ മരങ്ങൾ കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നത് ഓനെന്ത് പൊട്ടനാ. കാരണം ഈ വിഗ്രഹം ഉണ്ടാക്കപ്പെടുന്ന മരം അള്ളാഹുവിന്റെ അബ്ദാൻ, അള്ളാഹുവിന് സുജൂദ് ചെയ്യണം. എന്നിട്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് അള്ളാഹല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്ന കാര്യം ഉണ്ടാക്കി. അപ്പൊ അതാണ് ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ നോക്കിക്കോളി, പിന്നെ മനുഷ്യനും കന്നുകാലികളും മരങ്ങളും പർവ്വതങ്ങളും കഴിഞ്ഞ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? കന്നുകാലികൾ, നാൽക്കാലികൾ. അതിന് ദവാബ് എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ട്, പാമ്പ്, ഉറുമ്പ്, അതുപോലെ തന്നെ പിന്നെ ചെറിയ പ്രാണികൾ മുതൽ വലിയ ജീവജാലങ്ങൾ വരെ ഈ ദവാബിൽ പെടുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ്. ഇപ്പൊ കടലിൽ എത്ര മത്സ്യങ്ങളുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കി. മാളങ്ങളിൽ എത്ര ഉറുമ്പുകൾ ഉണ്ടാവും. ഇവരുടെ എല്ലാവരുടെയും സുജൂദ് ആർക്കാണ്? പടച്ചോനാണ്. ഒരു മരവും മറ്റൊരു മരത്തിന് സുജൂദ് ചെയ്യണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കി. ഒരു മീന് മറ്റൊരു മീനെ സുജൂദ് ചെയ്യണ്ടോ? മത്തി തിമീങ്കലത്തിനാണോ സുജൂദ് ചെയ്യണത്? വലിയ ആളല്ലേ വെച്ചാണ്ട്. തിമീങ്കലവും അള്ളാഹ്ക്കാ സുജൂദ് ചെയ്യണത്, മത്തിയും അള്ളാഹ്ക്കാ സുജൂദ് ചെയ്യണത്. അപ്പൊ യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ എന്താ ഉള്ളത്? തൗഹീദാണ്. ശിർക്കില്ല. ശിർക്ക് എവിടെ ഉള്ളവൻ്റെ അടുത്ത് വരുന്നുണ്ട്? ആ കുറച്ച് മനുഷ്യന്മാരിൽ മാത്രമേ ഉള്ളൂ. അവരാണ് ഭയങ്കര ധിക്കാരികൾ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ് ഈ പ്രപഞ്ചത്തിലുള്ള മരങ്ങളും ജീവജാലങ്ങളും ഉറുമ്പും ആനയും പോത്തും പട്ടിയും എല്ലാം പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് അള്ളാഹ് പറയാം. എന്നിട്ട് ദവാബ് പറഞ്ഞിടത്തൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കസീറും ഒക്കെ ഫുൾ ആണ് പറഞ്ഞത്. ആകാശം ഫുള്ളാണ്, ഭൂമി ഫുള്ളാണ്, മലക്കുകൾ ഫുള്ളാണ്, മരങ്ങൾ മരങ്ങളുണ്ട്, എല്ലാ ജീവജാലങ്ങളുണ്ട്, എല്ലാം ഫുള്ളാണ്, കല്ലും മരങ്ങളൊക്കെ. മനുഷ്യന്മാരെ പറയുമ്പോൾ ഫുള്ളാക്കിയില്ല അള്ളാഹു. മനുഷ്യന്മാരെ പറ്റി പറഞ്ഞ വകസീറുൻ മിനന്നാസ്, മനുഷ്യന്മാരിൽ കുറച്ചധികം ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുറച്ചെന്താണെന്ന് ഒഴിവാണ്. അപ്പൊ മുഅ്മിനീങ്ങളിൽ കുറെ ആളുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കി. അപ്പൊ ഈ അള്ളാഹുവിന്റെ മാത്രം സുജൂദ് ചെയ്യുക എന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ തേട്ടം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിച്ച ആ സുജൂദ് തന്നെയാണ് ആരോട് കൽപ്പിച്ചത്? സൂര്യനോട് കൽപ്പിച്ചത്, ചന്ദ്രനോട് കൽപ്പിച്ചത്, ജീവജാലനോട് കൽപ്പിച്ചത് ഒക്കെ ചെയ്ത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒട്ടകം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. നബിന്റെ അടുത്ത് പരാതി വന്നില്ലേ? ആ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തിരിച്ചറിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദ് ചെയ്തോ? അവരുടെ പോയിന്റ് ശ്രദ്ധിക്കണം. ഇത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒട്ടകങ്ങള്. ഒരൊട്ടകം റസൂലുള്ളാഹിന്റെ പരാതി പറഞ്ഞിട്ടുണ്ട്.
ആ ഒട്ടകത്തിന് തോന്നിയോ, പടച്ചോനെ എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയ അഷറഫുൽ ഖൽഖല്ലേ എൻ്റെ മുമ്പ് നിൽക്കണത്, ഞാനും സുജി ചെയ്യട്ടെ തോന്നും. ആ ഒട്ടകം സുജി ചെയ്തിട്ടില്ല. ആ ഒട്ടകം ആർക്ക് സുജി ചെയ്യണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഉണ്ടായിരിക്കെ സുജൂദ് ചെയ്ത ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അപ്പൊ ഇതെന്ത് മനസ്സിലായി? സുജൂദ് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. എന്നാൽ സമസ്തയിൽ ഒരാളെ ഇത് എന്താ അറിയോ? സുജൂദ് അള്ളാഹുവിന് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. അപ്പൊ ഇതൊക്കെ ഇബ്ലീസാണ്. ഈ ലോകത്ത് മുഴുവൻ ഇബ്ലീസാ. കാരണം എന്താ പറയുക? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനോട് പറഞ്ഞല്ലോ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസിന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഇബ്ലീസ് എന്ത് പറഞ്ഞു? അവസ്ഥ പറഞ്ഞു കിബിർ, ഞാൻ സുജൂദ് ചെയ്യില്ല. ഇബ്ലീസ് പറഞ്ഞിട്ടില്ല സുജൂദ് അള്ളാഹ്ക്ക് മാത്രം കേട്ടോ. അത് ഈ മൂല്യമരമാകെയാണ്. ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. ഞാനാണ് മേൽജാതിയും കീജാതിയാണ് ആദം നബി. അതാണ് ജാതിവാദം ഉന്നയിച്ചത് ഇബ്ലീസ. കാരണം ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഉന്നത ജാതനായ ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനായി ആദമിന് സുജൂദ് ചെയ്യൂല, അല്ലാതെ സുജൂദ് അള്ളാഹ്ക്ക് മാത്രം എന്നല്ല ഇബ്ലീസിന്റെ വാദം. പക്ഷെ ഇബ്ലീസിന് പോലില്ലാത്ത വാദം ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഇബ്ലീസിന് എന്ത് ചെയ്യാണ് പറയണത്? സുജൂദ് അള്ളാഹ്ക്ക് മാത്രമത് ഇബ്ലീസിന്റെ വാദം. നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്ബറക്ക് മുമ്പിൽ സുജൂദ് ഉണ്ട്. ഉത്തരേന്ത്യയിൽ പോയൊക്കെ കാണാം. നമ്മളിവിടെ മുജാഹിദുകൾ ഉള്ളതുകൊണ്ട് വല്ല സുജൂദ് നടക്കണില്ല, എന്നാലും സുജൂദ് ഉണ്ട്. ഏർവാടി പോയൊക്കെ, അജ്മീറിൽ പോയൊക്കെ, ഇത് കാണാനായിട്ട് പോകുന്നു വേണ്ട കേട്ടോ. അടക്ക സുജൂദ് നടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ അറിയോ? ഒരു അടിമ മറ്റൊരു അടിമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ അനുവാദം കൊടുക്കുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത് നമ്മൾ കേട്ടില്ലേ? അതിനകത്തെന്താ? അത്രയും കടപ്പാടുകൾ ഭർത്താവിനോട്, എന്നാലും സുജൂദ് അള്ളാഹ്ക്ക് മാത്രം. കടപ്പാടുകൾ വേറെ, ഒരു പടപ്പിനോട് എത്ര കടപ്പാടുണ്ടെങ്കിൽ പോലും സുജൂദ് അല്ലാഹ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരും സഹാബത്തൊന്നും പ്രവാചകന്റെ ഓട് സുജൂദ് ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തലകുനിച്ചു പോലും നിന്നിട്ടില്ല. പിന്നെ എത്രത്തോളം നോക്കി നിങ്ങൾ. കിസ്റ ചക്രവർത്തി, കൈസർ ചക്രവർത്തിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ രാജാക്കന്മാരെ മുമ്പിൽ സുജൂദ് ചെയ്യണമല്ലോ, അപ്പം തല കുനിക്കണം. അപ്പോൾ ഈ രാജാവിനറിയാം മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യൂല, എൻ്റെ മുന്നിൽ തല കുനിക്കൂല. മൂപ്പര് പണിപ്പിച്ച് മൂപ്പര് അടുത്തേക്ക് വരുന്ന വാതിൽ നീളം കുറച്ച്. അപ്പം എന്താ ഇങ്ങനെയാണ് വരിക? എന്തായാലും എന്ത് ചെയ്യും? നേരെ വരുമ്പോഴല്ലേ കുനിയാക്കുള്ളൂ. അവ സഹാബത്തിന് കയറും, മൂട് അങ്ങോട്ടാക്കിയാണ് പോയി. എന്നാലും ഓൻ്റെ മുമ്പിൽ എന്ത് ചെയ്യൂല, തല കുനിക്കൂല. അതാണ് ഈമാൻ. മനസ്സിലല്ലേ? കാരണം മൂപ്പര് മുസ്ലിമീങ്ങളെ കൊണ്ട് അതിന് പണിയൊപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. പക്ഷെ സഹാബത്ത് എന്ത് ചെയ്ത് മൂടപ്പുറത്തേക്ക് ആക്കിയിട്ട് മൂപ്പരെ നേരാക്കിയിട്ട് കുനിച്ചിട്ടാണ് പോയി. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. ഒരു പടപ്പിൻ്റെ മുമ്പിലും, അള്ളാഹു അല്ലാത്തൊരു പടപ്പിൻ്റെ മുമ്പിൽ ഞാൻ തല കുലിക്കുകയില്ല. അത് തലട പോയാലും പാടില്ല. അതാ തൗഹീദ്. ഈ തൗഹീദാണ് പ്രകൃതി, ഇതാണ് ഫിത്രത്ത്. കാരണം ഇത് നമുക്ക് മാത്രമല്ല, ഇവിടുത്തെ മരങ്ങൾ നമ്മളൊപ്പമുണ്ട്, ഇവിടുത്തെ ജീവജാലങ്ങൾ നമ്മളൊപ്പമുണ്ട്. ഇവിടുത്തെ നായും പട്ടിയും പന്നിയും പൂച്ചയും ഈ ജീവജാലങ്ങൾ മുഴുവനും സുജൂദ് ചെയ്യുന്ന അല്ലാഹ്ക്കാ. ഒരു ജീവിയും അഥവാ കസീറും മിനന്നാസ്, മനുഷ്യന്മാരിൽ കുറച്ച് ആൾക്കാർ, മനുഷ്യന്മാരിൽ ഇവിടെ കസീർ നടക്കും, കുറേ ആളുകൾ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാരോ. ഈ കുറച്ച് ആൾക്കാർ കസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. ഇനി കുറേ എണ്ണത്തിന് അള്ളാഹുവിൻ്റെ അദാബ് എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ തീരുമാനാക്കി വെച്ചിട്ടുണ്ട്.
നിങ്ങൾ ആലോചിക്കുക, അള്ളാണ് നമുക്ക് നമ്മൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ, ഇപ്പം നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, ഓനൊക്കെ പടിഞ്ഞാട്ട് വെട്ടിട്ടാലും പടിഞ്ഞാട്ട് പോകൂലാന്ന്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും സുജൂദ് ചെയ്യാത്ത പ്രായപൂർത്തിയായിട്ടൊക്കെ ഈ കമ്മ്യൂണിസം മറ്റൊക്കെ തലയിൽ കയറി ആളുകളുണ്ട്. എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരായത്തുണ്ട്. അതായത് ദുനിയാവിൽ സുജൂദ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് പരലോകത്തുണ്ടാണ് അവസ്ഥ എന്താ വെച്ചാൽ, ഇതാ സൂറത്തുൽ ഖലമിലുണ്ട്, അല്ലാത്ത സ്ഥലത്തുണ്ട്. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദ്. പരലോകത്ത് എല്ലാ മനുഷ്യന്മാരും നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കണങ്കാൽ അള്ളാഹു വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കും മുഅ്മിനീങ്ങളായ ആളുകൾക്ക്. എന്നിട്ട് വയുദഊന ഇല സുജൂദ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും ആൾക്കാരോട്. ഫലാ യസ്തതിഊൻ, എല്ലാ മുഅ്മിനീങ്ങളും സുജൂദ് ചെയ്യും. പക്ഷെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യില്ല, അവർക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. ഖാശിഅത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. എല്ലാ മലക്കുകളും, കോടാനുകോടി മലക്കുകളും ആകാശവും എല്ലാം മഹ്ശറിലുണ്ടാവല്ലോ. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ്, എല്ലാവരും മഹ്ശറിലുണ്ടാവും. അപ്പം അള്ളാഹ് പറയും, എനിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുമെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഊര വളയില്ല. ഫലാ യസ്തതിഊൻ. ഇത് കാണുമ്പോൾ അവർക്ക് വലിയ അഹങ്കാരമല്ല തോന്നുക. ഖാശിഅത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. അവിടെ വെച്ചുകൊണ്ട് അവർക്ക് അപമാനമുണ്ടാകും. പടച്ചവന്റെ മുമ്പിൽ അവർക്ക് അപമാനിതരാകും. വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ സുജൂദ് ചെയ്യാൻ കഴിയാത്തത് അറിയോ? അവർ സാലിമുകളായി, ഒരു ഊരക്കൊരു കുഴപ്പമില്ലാത്ത സന്ദർഭത്തിൽ അവിടെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? ഇത് സുജൂദ് എന്ന് സുജൂദ് ചെയ്യാൻ മടിച്ച ആളുകളാണവർ. എന്നാൽ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത ആൾക്കാരാണ്. ഇവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയാഞ്ഞാൽ എന്ത് ചെയ്യൂല? പരലോകത്തിലും സുജൂദ് ചെയ്യാൻ കഴിയൂല. അതവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നൊരു നിന്ദ്യതയായിട്ടാണ് സൂറത്തു ഖലമിൽ. ഇനി സൂറത്ത് ദിൽ കാണാം. സൂറത്തുൽ ഹാഖയിലും ഖാശിഅത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, വഖദ് കാനൂ യദ്ഊന ഇല സുജൂദി ഫഹും സാലിമുൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖലമിൽ തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ എന്താ വെച്ചാൽ സുജൂദിൻ്റെ ഒരു മഹത്വമാണ്. പടച്ചോനല്ലാതെ ഒരു പടപ്പനും സുജൂദ് ചെയ്യാൻ അധികാരമില്ല. മനസ്സിലായില്ലേ? പിന്നെ അള്ളാഹു പറയണേ നമ്മോട് ഇന്നാക്ക് സുജൂദ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സുജൂദ് ചെയ്യും. പക്ഷെ അള്ളാഹ് ഈ ശരീഅത്തിൽ എന്തില്ല, അങ്ങനത്തെ നിയമം ഇല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കോട് പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നിയമമായി. മനസ്സിലല്ലേ? പക്ഷെ അള്ളാഹ് ഇന്ന് നമ്മൾ വിലക്കിയിട്ടുണ്ട്, അത് പാടില്ല ഒരിക്കലും. കാരണം സുജൂദിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ ചെയ്യുന്ന സുജൂദ് ഇവിടെ നോക്കിക്കോ, അള്ളാഹു ഈ ആയത്തിൽ പ്രയോഗിച്ച പ്രയോഗം അള്ളാഹിനെ ആരാധിക്കുന്നത് യഅ്ബുദു എന്നല്ല. വലില്ലാഹി അലം തറ അന്നല്ലാഹ യഅ്ബുദു ലഹു മൻ ഫിസ് സമാവാതി എന്നല്ല. ആകാശഭൂമിയിലുള്ളവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നില്ല, ഇബാദത്തിനാണ് ചെയ്യണത്. പക്ഷെ ആ ഇബാദത്തിന് പകരം അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താണ്? സുജൂദ്. എന്തുകൊണ്ടാണ് ഇബാദത്തിന് പകരം സുജൂദ് എന്ന് പ്രയോഗിക്കാൻ കാരണം? ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വസ്തു ചെയ്യുന്ന ഇബാദത്തിന്റെ ഏറ്റവും പരമോന്നതമായ അവസ്ഥയാണെന്ത്? സുജൂദ് എന്ന് പറഞ്ഞു. സുജൂദിൽ 7 അവയവങ്ങളാണ് വെക്കേണ്ടത്. കാരണം ഒരു മനുഷ്യന്റെ 7 അവയവങ്ങളാണ് സുജൂദ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ അറിയാം? മനുഷ്യന്റെ മുഖമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഒരു മനുഷ്യൻ ഇപ്പൊ എത്ര വട്ടം നമ്മളൊക്കെ കണ്ണാടി നോക്കും ഒരു ദിവസം? 10 കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ടിയില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മിനുക്കി പൊട്ടിട്ട് പൗഡർ തേച്ച് അത്ര പൂശി കൊണ്ടെടുക്കണം നമ്മുടെ മുഖം ഉണ്ടല്ലോ. ഈ മുഖം നമ്മൾ എവിടെ വെക്കണ അറിയോ? എവിടെ വെക്കണേ? ചവിട്ടി നടക്കുന്ന സ്ഥലത്ത്. പള്ളിയിൽ എല്ലാവരും ചവിട്ടിട്ടല്ല നടക്കല്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റവും മോശമായി കാണുന്ന കാലുണ്ടല്ലോ, കാലുകൊണ്ട് ചവിട്ടെന്ന് പറഞ്ഞാൽ അതൊരു ഇഹാനത്താണ് ഒരു മനുഷ്യന്റെ, ഒരാളെ അവമതിക്കുന്ന രൂപമാണ്. അപ്പൊ ആ കാല് ചവിട്ടി നടക്കുന്ന സ്ഥലത്താണ് അവന്റെ ഏറ്റവും പവിത്രമായ
മുഖം എന്ത് ചെയ്യണത്? ഇതിനേക്കാൾ വലിയ ഒരു കീഴടങ്ങൽ അള്ളാഹുവിൻ്റെ മുമ്പിലില്ല. അതുകൊണ്ടാണ് സുജൂദിന് മഹത്വമുള്ളത്. മാത്രമല്ല 7 അവയവങ്ങൾ തട്ടണം. അതായത് നെറ്റിയും മൂക്കും ഒന്നാണ്. 2 കൈകൾ, മനസ്സിലായില്ലേ? 2 കാൽമുട്ടുകൾ, 2 കാലിൻ്റെ 2, 4, 6, 7 അവയവങ്ങൾ. സബത്ത് അള്ളാഹ് 7 അവയവങ്ങളാണ് സുജൂദിൽ അള്ളാഹു സുബ്ഹാനഹു മുമ്പിൽ വെക്കേണ്ടത്. ഇനി ഈ സുജൂദിൻ്റെ മഹത്വം എന്താ വെച്ചാൽ, നമ്മൾ സുജൂദിൽ എന്താ പ്രാർത്ഥിക്കൽ? സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അളീം എന്നാണ് റുക്കൂയിൽ പ്രാർത്ഥിക്കുക. ഈ ആല എന്താ അറിയാം? അതായത് നമ്മൾ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഹിക്മത്ത് വിശദീകരിക്കുന്നുണ്ട്. കാരണം ആല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതൻ എന്നർത്ഥം. അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ. ഏറ്റവും ഉന്നതനായ പടച്ചറബേ, നീ എത്ര പരിശുദ്ധനാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ ഏറ്റവും ദലീലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പവിത്രമായ മുഖം ഞാൻ നിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഏറ്റവും ചെറിയവനായിരിക്കുന്നു, നീയാണ് ഏറ്റവും വലിയവൻ. ഒരു മനുഷ്യന്റെ കിബറില്ല എന്നതിൻ്റെ അടയാളമാണ് ഒരു മനുഷ്യൻ്റെ സുജൂദ് എന്നുള്ളതാണ് ആ പദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മാത്രമല്ല, പിന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പവിത്രതകൾ സുജൂദിൻ്റെ മഹത്വമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കൂടി പറഞ്ഞിട്ട് ആയത്തിൻ്റെ അവസാനം പറയാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ നിസ്കരിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ജമാഅത്ത് നിസ്കരിക്കും പുരുഷന്മാരൊക്കെ പൊതുവെ കാണപ്പെടുന്ന രീതിയാണ്. നമ്മൾ പിന്നെ പള്ളിക്ക് ജമാഅത്തിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇമാമ് റുക്കോയ്ക്ക് ഉണ്ടാവും. അപ്പം നമ്മളെന്താ ചെയ്യുക? നമ്മളങ്ങനെ സപ്പിലിങ്ങനെ അന്തമട്ടൊക്കെ നടക്കും. ഇങ്ങോട്ട് ഇമാമ് റുക്കവും കഴിഞ്ഞ് 2 സുജൂദും കഴിഞ്ഞ് പിന്നെ അടുത്ത റക്കാത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇമാമിൻ്റെ ഒപ്പം പോവാം. നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 2 സുജൂദാണ് നമുക്കവിടെ പോണത്. സുജൂദ് കിട്ടിയ റക്കാത്ത് കിട്ടില്ല, പക്ഷെ സുജൂദ് കിട്ടുമോ? സുജൂദ് കിട്ടിയ റക്കാത്ത് കിട്ടൂല. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? 2 സുജൂദ് കിട്ടി. ഒരു സുജൂദിന്റെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടോ. ഇത് ആണുങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിക്ക് എത്തുമ്പം ഒരു സുജൂദ് ചെയ്യാൻ നമുക്ക് അവസരമുണ്ടെങ്കിൽ ആ സുജൂദ് എന്ത് ചെയ്യാൻ പാടില്ല? വിടാൻ പാടില്ല. റക്കാത്ത് കിട്ടിക്കോളുന്നില്ല. റക്കാത്ത് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചുരുങ്ങിയ ഇമാമിന്റെ കൂടെ റുക്കുഅെങ്കിലും കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഈ ഉമ്മത്തിന്റെ അടയാളം പറഞ്ഞെന്താ അറിയോ? തൗറാത്തിലും ഇഞ്ചീലുമൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉൽ കുഫാർ റഹ്മഹും ബൈനഹും തറാഹും റുക്അൻ സുജൂദ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. ഈ ഉമ്മത്തിന്റെ അടയാളം തൗറാത്തിലുള്ള, മൂസാ നബിന്റെ തൗറാത്തിലുള്ള ഈ ഉമ്മത്തിന്റെ അടയാളം എന്താ അറിയോ? ഈ ഉമ്മത്തിന്റെ മുഖത്ത് സുജൂദിന്റെ അടയാളം ഉണ്ടായിരിക്കുന്ന. എന്ത് സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തായമ്പല്ല. ഒരു മനുഷ്യൻ രാത്രി ഖിയാമുൽ ലൈലോ തഹജ്ജുദോ നിസ്കരിച്ചാൽ അവൻ്റെ മുഖത്ത് അല്ലാഹു ഒരു നൂറ് കൊടുക്കും, പ്രകാശം കൊടുക്കും. അത് ഈ ഉമ്മത്തിൻ്റെ അടയാളമാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് അള്ളാഹുവിന് ചെയ്യുന്ന സുജൂദിന്റെ വെളിച്ചം എന്തുണ്ടാവും? അതിന് കുറേ വെളുത്ത മുഖമാണെന്നില്ല, അത് കറുത്തവനാണെങ്കിലും അവൻ്റെ ഈമാനിൻ്റെ നൂറുണ്ടല്ലോ, ഈമാനിൻ്റെ പ്രകാശം അതവൻ്റെ മുഖത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? അതാണ് മീൻ സീമാഹും മിൻ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. ഇത് വിശുദ്ധ ഖുർആൻ ഈ മുഅ്മിനീങ്ങളെ പിന്നെ അടയാളമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ. ഇനി പ്രവാചകൻ പറയും, അഖറബു മാ യകൂനു അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു അടിമ തൻ്റെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം ഏതാണ്? സുജൂദ്. അതുകൊണ്ട് ഫഅക്തിറു അദ്ദുആ, നിങ്ങൾ സുജൂദിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ സുജൂദുകൾ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കാം. അറബി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറബിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായില്ലേ? മലയാളത്തിലൊക്കെ നമുക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാം. ഇനി അതൊന്നും അറിയില്ലെങ്കിൽ മലയാളത്തിൽ പിന്നെ പ്രാർത്ഥിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഏറ്റവും അഫ്ളൽ തന്നെയാണ് അറബിയിൽ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമുക്ക് അറബിയിൽ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ആശയം ഇനി അതൊന്നും ഇല്ലെങ്കിൽ റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ, അതിലെല്ലാം പെട്ടില്ലേ? പ്രാർത്ഥിച്ചാൽ മതി. അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലെങ്കിൽ ദുനൂബി, അങ്ങനത്തെ ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലോ.
അപ്പൊ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക. കാരണം അള്ളാഹുവുമായിക്കൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവിൻ്റെ അടയാളമാണ് സുജൂദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി പ്രവാചകൻ പറയാണ്, മൻ സജദ ലില്ലാഹി സജദതൻ കതബഹു അല്ലാഹു ബിഹാ ഹസനതൻ വഹത്ത അൻഹു ബിഹാ ഖതിയതൻ വറഫഅ അല്ലാഹു ബിഹാ ദറജതൻ. ഇതാ നേരത്തെ പറഞ്ഞ രണ്ട് സുജൂദ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പ്രവാചകന്റെ ഹദീസ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ ഒരു സുജൂദ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ അയാളിൽ നിന്ന് ഒരു തിന്മ അള്ളാഹു മായ്ച്ചു കളയും, ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പദവി അയാൾക്ക് അള്ളാഹു ഉയർത്തുകയും ചെയ്യും. ഇനി ഒരു സഹാബി വന്നിട്ട് ചോദിക്കുക, സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിയായിരുന്നു അദ്ദേഹത്തെ മോചിപ്പിച്ച അടിമയാണ് സൗബാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഖ്ബിർനി ബിഅമലിൻ അമലുഹു യുദ്ഖിൽനി ബിൽ ജന്ന. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എനിക്കൊരു അമൽ പറഞ്ഞു തരണം, എനിക്ക് ആ അമലുകൊണ്ട് എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവഖാൽ ബിഅഹബ്ബിൽ അമാലി ഇലല്ലാഹി തആല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാകണത്. അപ്പം നബി ഇങ്ങനെ ഉണ്ടാകുന്നു. പിന്നെയും ചോദിച്ചു, പിന്നെയും ഉണ്ടാകുന്നു, പിന്നെയും ചോദിച്ചു. മൂന്നാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബികസ്റത്തി സുജൂദ്, നീ സുജൂദുകൾ വർദ്ധിപ്പിക്കണം. സുജൂദ് വർദ്ധിപ്പിക്കുന്ന അർത്ഥം എന്താ? സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. ഇവിടെ വെറുതെ നിങ്ങൾ സുജൂദ് ചെയ്യില്ല, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. കാരണം ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജതൻ. നീ ഒരു സുജൂദ് അല്ലാഹ്ക്ക് വേണ്ടി ചെയ്താൽ ആ സുജൂദ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പദവികൾ ഉയർത്താതിരിക്കുകയില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ അവൻ്റെ തലയിൽ കൊണ്ടുപോയി വെക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തെറ്റുകളൊക്കെ എന്ത് ചെയ്യും? അവൻ്റെ തലയിൽ കൊണ്ടുപോയി വെക്കും. അവൻ റുക്കൂഇലേക്ക് പോകുമ്പോൾ കുറേ പാപങ്ങൾ എന്ത് ചെയ്യും? തലയിൽ നിന്ന് വീണു പോകും. സുജൂദിലേക്ക് പോകുമ്പോഴും കുറേ പാപങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മായ്ച്ചു കൊടുക്കുന്നു. ശരി. അപ്പം ഈ നമസ്കാരവും സുജൂദൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ പൊറുക്കപ്പെടാൻ കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്ന റബീഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ, ഞാൻ എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കണം, നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ നിങ്ങളെ മുറാഫിക്കാണും, ഞങ്ങളുടെ കൂട്ടുകാരനാകണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഐനി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, അങ്ങനെയാണെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുജൂദിൻ്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു സുജൂദ് ചെയ്യാനുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിടാൻ പാടില്ല. സുജൂദിൽ ധാരാളമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സുജൂദ് ചെയ്യുമ്പം ഉള്ള എന്താ വെച്ചാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒറ്റ സുജൂദാണ് നബി പഠിപ്പിച്ചത്. മനസ്സിലായില്ലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു സുജൂദിൻ്റെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണ്? നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ പല ആൾക്കാരും പല കോലത്തിലാണ് സുജൂദ് ചെയ്യല്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നായകൾ ഇരിക്കുന്നത് പോലെ സുജൂദ് ഇരിക്കാൻ പാടില്ല. കൈയിൻ്റെ ഈ ഭാഗം എന്ത് ചെയ്യാൻ പാടില്ല? സുജൂദിൽ നിർത്തട്ടാൻ പാടില്ല. ഈ കൈ എവിടെ വെക്കണ്ടേ? ചില ആൾക്കാർ ഇവിടെ മുട്ടിലുള്ള കാണണം. പലതരം സുജൂദാണ്. ഈ ചെവി ഉണ്ടല്ലോ, ചെവി എവിടെയാണ് നമ്മൾ തല വെക്കുന്നത്, ആ തലയുടെ ഈ ചെവിയുടെ നേരെയാണ് കൈവെക്കേണ്ടത്. അത് ഇവിടെ കൊണ്ടേക്കാൻ പാടില്ല. ചുമലിൻ്റെ നേരെ, ചുമലോടെ ഇവിടെ അല്ല, ചുമലിൻ്റെ നേരെ ചെവിയുടെ ഭാഗത്ത് അവിടെ സുജൂദ് വെക്കട്ടെ. കൈകൾ വിടർത്തി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നല്ലോണം വിടർത്തി വെക്കണം. അത് ഷാഫി മദഹബിൽ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കന്ന എങ്ങനെ എല്ലാ അത് ആണിനും പറ്റില്ല പെണ്ണിനും പറ്റില്ല. അതെ പറഞ്ഞത്. സുജൂദ് ചെയ്യുന്നത് ഭൂമി അറിയാൻ പാടില്ല എന്നോ? അത് നമ്മൾ ഭൂമിക്കല്ലല്ലോ സുജൂദ് ചെയ്യണം. അതൊക്കെ ഓരോ പൊട്ടത്തരം ഓരോരുത്തർ വിളിച്ച് പറയണം. സുജൂദ് ചെയ്യണ ഭൂമിയിലല്ലേ? കാരണം ഭൂമിയിൽ വെക്കണം എന്നാണല്ലോ സബഅത്തു അല്ലാഹ്, ഭൂമിയിൽ 7 തവണ വെക്കണം എന്നാണല്ലോ പറഞ്ഞു. നമ്മൾ ചെയ്യണ ഈ ചില ആൾക്കാർ പറയും, നിങ്ങൾ ഭൂമിദേവനെ ആരാധിക്കുക, ഭൂമിദേവനെ ആരാധിക്കുക. ഭൂമിയിലല്ല സുജൂദ് ചെയ്യുന്നത്. ഭൂമിയിലാണെങ്കിലും
സുജൂദ് ആർക്കാണ്? അതേ പറയാം, ആണിനും പെണ്ണിനും ഒറ്റ സുജൂദാണ്. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വെക്കാന്നോ ഇങ്ങനെ വെക്കാന്നോ ഹദീസിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്നല്ലേ പറഞ്ഞത്. ഞാൻ അപ്രകാരം നിസ്കരിക്കും, നിങ്ങൾ കണ്ടു അപ്രകാരം നിസ്കരിക്കുക. നബി പെണ്ണുങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ലേഡീസ് സലാത്ത് നബി പഠിപ്പിച്ചില്ല. അത് ഈ മദ്ഹബിലുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഒറ്റ നിസ്കാരമാണ്. ഹനഫി മദ്ഹബിൽ ഇവിടെ പെണ്ണുങ്ങൾക്ക് കൈയിട്ടുണ്ട്, ഇവിടെ നെഞ്ഞത്ത്, ആണുങ്ങൾക്കോ പൂക്കുള്ളതായ. അപ്പൊ നബി ഇപ്പൊ ആണുങ്ങൾക്ക് ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കയറ്റിണ്ടാവും? ഇല്ലല്ലോ, നബി ഒറ്റ കൈ വെച്ചിട്ടുള്ളൂ. ആ നബി എവിടെ കഴിച്ച അവിടെയാണ് ആണും പെണ്ണും കൈയ്യക്കണ്ടേ. നബി എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് റുക്കൂലും സുജൂദും കഴിച്ച് അങ്ങനെ തന്നെയാണ് റുക്കൂലും സുജൂദും നബി എന്ത് ചെയ്യുന്നുണ്ട്, കൈവെക്കണ്ടേ. അപ്പൊ റുക്കൂ സുജൂദ് നമസ്കാരത്തിന് നല്ലോണം ശ്രദ്ധിക്കണം. പല ആളുകളുടെയും അശ്രദ്ധ സുജൂദ് റുക്കൂലുണ്ട്. റുക്കൂലൊക്കെ എന്ന് പറഞ്ഞാൽ തല ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂൽ ഇങ്ങനെ ഒരു വടി വെച്ചാൽ നേരെ നിൽക്കുന്ന ഒരു പാത്രം റസൂലുള്ളാഹിനെ ഇവിടെ വെച്ചാൽ ഇളകൂല, വെള്ളം ചിന്തൂല. നമുക്ക് പാത്രം വെക്കാം, ചിലർ ഇങ്ങനെ വെക്കും, അതുപോലെ ചിലർ ഇങ്ങനെ ആവും, എന്നാൽ തല നല്ലോണം കുനിയും, ചിലത് തീരെ കുനിയില്ല. സുജൂദിലാവുമ്പോൾ കാലുകൾ അടുപ്പിച്ച് വെക്കണം കേട്ടോ. കാലുകൾ അടുപ്പിച്ച് വെക്കണം. ചില ആൾക്കാർ ഇങ്ങനെ സുജൂദ് ചെയ്യണതാണ്. കാലുകൾ അടുപ്പിച്ച് വെക്കണം, വിരലുകൾ മടക്കി വെക്കാൻ കഴിയുന്ന മടക്കി വെക്കണം. കൈകൾ തോളിൻ്റെ നേരെ ചെവിയുടെ ഭാഗത്ത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. പിന്നെ നെറ്റി എന്ത് ചെയ്യണം? നെറ്റിയും മൂക്കും മണ്ണിൽ തട്ടണം. അപ്പം നെറ്റി തട്ടണം എന്ന് പറഞ്ഞാൽ നെറ്റി തന്നെ തട്ടണം. പിന്നെ ചൂട് കൂടിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇപ്പോൾ സഹാബത്തൊക്കെ മണലാണ് സുജൂദ് ചെയ്ത്. അപ്പോൾ ചിലപ്പോൾ ചളിയോ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ചൂടൊക്കെ അധികരിച്ച് കഴിഞ്ഞാൽ അവരുടെ തുണി കഷ്ണമൊക്കെ വെച്ചിട്ട് അതിന് സുജൂദ് ചെയ്യും. ശരി, അത് അനുവദനീയമാണ്. അതല്ലാത്ത നെറ്റി തന്നെ വെച്ചിട്ട് പിന്നെ എവിടെയാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത് അവിടെ സുജൂദ് ശരിക്ക് ചെയ്യണം. അപ്പോൾ സുജൂദ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത കർമ്മമാണെന്ന് മനസ്സിലാക്കണം. പിന്നെ സുജൂദിലും റുക്കുഅയിലും എന്ത് ചെയ്യാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല. ഷിയാക്കളിൽ നോക്കണ്ട, ഷിയാക്കൾ ഇത്ര പോകുന്നൊരു വട്ടക്കണ്ണി നിസ്കാരത്തിൽ പോലെ പള്ളിയിൽ പോയാൽ കാണാം. കാരണം അവരുടെ വാദപ്രകാരം എന്താ വെച്ചാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തം ഭൂമിയിൽ വീണിട്ട് ഭൂമിയാകെ അശുദ്ധമായി എന്നവർ പറഞ്ഞത്. എന്നാൽ അശുദ്ധിയായ ഭൂമിയിലാണ് നിന്ന് നിസ്കരിക്കണത്, അതിന് കുഴപ്പമില്ല. ചെരുപ്പ് പിടിക്കാണ്ടി സുജൂദ് മാത്രം, നെറ്റി മാത്രം ചെറിയ കല്ലുമൊക്കും. അതുപോലെ നിസ്കാരം അല്ലെങ്കിൽ തന്നെ ബാത്തിലാണ്. ഇനിയിപ്പോൾ ബാത്തിലാകാൻ വേറെ അടയാളം കൂടി അള്ളാഹു തിരികച്ചു കൊടുത്തേക്കാരം. ഇനി ഭൂമി സുജൂദ് എൻ്റെ സുജൂദിൻ്റെ ഭൂമി അശുദ്ധാക്കട്ടെ വെച്ചിട്ട് അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ 7 അവയവങ്ങളും ഒരുപോലെ ഭൂമിയിൽ തട്ടി നിൽക്കുന്നതാണ് സുജൂദ്. റുക്കുവും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് നിസ്കാരത്ത് വസ്ജുദു വർക്കഉ എന്നൊക്കെ നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ നിസ്കരിക്കുന്ന നേരം സുജൂദും റുക്കുവും ചെയ്യാന്നുള്ളത് പറഞ്ഞ് നിസ്കാരത്തിൻ്റെ മഹത്വം ഈ സുജൂദിലും റുക്കുവിലും തന്നെയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് വമൻ യുഹ്നില്ലാഹു ഫമാ ലഹു മിൻ മുക്രിമിൻ. ഇങ്ങനെ സുജൂദ് ചെയ്യാൻ മടി കാണിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കുന്ന ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്ദിക്കും. വമൻ യുഹ്നില്ലാഹു, ആരെങ്കിലും അല്ലാഹു നിന്ദിച്ചാൽ ഫമാ ലഹു മിൻ മുക്രിമിൻ, അവനെ ആദരിക്കുന്നവനെ ആരെയും നീ കാണുകയില്ല. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് ഏത് ഭൂമിയിൽ ഒളിച്ചാലും കാര്യമില്ല. വമൻ യുഹ്നില്ലാഹു ഫമാ ലഹു മിൻ മുക്രിമിൻ. അള്ളാഹുവിൻ്റെ നിന്ദതൊരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അത് ദുനിയാവിലും വരും ആഖിറത്തിലും വരും. ദുനിയാവിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിച്ച് നടക്കുക, അള്ളാഹിൻ്റെ ദീനിനെ കൊച്ചാക്കി നടക്കുക, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ മടി കാണിക്കുക, സുജൂദ് ചെയ്യുന്നതിന് പരിഹസിക്കുക, അല്ലാത്തവർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം അള്ളാഹു അല്ലാത്തൊരു പടപ്പിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പണിയുടെ ഒരു പിന്നെ എത്രമാത്രം വലിയ ധിക്കാരാണ്. കാരണം ഈ സുജൂദ് ചെയ്യണമെങ്കിൽ അവൻ്റെ ശരീരം എത്രമാത്രം സന്ധികൾ വളയണം വേണ്ടേ? ഈ കൈയും കാലും വളയണമല്ലോ. ഇതുപോലെ ഇളക്കാൻ കഴിയുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന സന്ധികൾ വർക്ക് ചെയ്തെങ്കിലും അവന് സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ. ആ സുജൂദ് പടച്ചോനല്ലാത്തൊരു പടപ്പിൻ്റെ മുമ്പ് കൊണ്ടുപോയി വെച്ചാൽ ഇവനേക്കാൾ വലിയ ധിക്കാരി മറ്റാരുമില്ല.
അതുകൊണ്ടാണ് വമൻ യുഹ്നില്ല, ആരെങ്കിലും അള്ളാഹു നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ ഫമാ ലഹു മിൻ മുക്രിമിൻ, അവൻ ഇക്റാം കൊടുക്കുന്ന, ആദരവ് കൊടുക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് വലാ തുഖ്സിനി യൗമ യുബ്അഥൂൻ, പടച്ചവനെ ഖിയാമത്ത് നാൾ നീ എന്ത് ചെയ്യാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല, വഷളാക്കാൻ പാടില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന എല്ലാം പ്രവർത്തിക്കും. അള്ളാഹിനോട് ആരും ചോദിക്കാൻ വരില്ല പടച്ചവൻ നീ എന്താ ഇങ്ങനെ ചെയ്തത്. അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് ആരും എന്ത് ചെയ്യൂല, ചോദിക്കൂല. ചോദിക്കാൻ അധികാരമില്ല, ചോദിക്കാൻ കഴിയൂല ഒരു മനുഷ്യൻ. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ചറബിൻ്റെ മഹത്വം മനസ്സിലാക്കുക. അത് ഇവിടുത്തെ ജീവജാലങ്ങളും ജന്തുജാലങ്ങളും സൂര്യനും ചന്ദ്രനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ തൗഹീദ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തൗഹീദ് ഉണ്ടോ ഇല്ലേ? കാര്യം ആദം നബിനെ സൃഷ്ടിക്കുന്ന മുമ്പ് ഈ ജീവജാലങ്ങളൊക്കെ ഇല്ലേ, സൂര്യനും ചന്ദ്രനും ഒക്കെ ഇല്ലേ? അപ്പം അന്ന് തന്നെ തൗഹീദ് ഉണ്ട്. ആദം നബിന്റെ മനുഷ്യന്മാർക്ക് മാത്രമേ സ്പെഷ്യൽ തൗഹീദ് എന്തിട്ടില്ല, അള്ളാഹു ഇറക്കിയിട്ടില്ല. എല്ലാവർക്കും ഉള്ള തൗഹീദ് തന്നെ മനുഷ്യന്മാർക്കുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു അൽ അംബിയ അഖ്വാത്തുൽ അല്ലാത്ത് അബൂഹും വാഹിദ്. അത് ബാപ്പത്ത സഹോദരന്മാരെ, പിന്നെ ഉമ്മ വേറെ, ബാപ്പത്ത സഹോദരന്മാരെ പോലെയാണ് അമ്പിയാക്കന്മാരെല്ലാവരും. എന്ന് പറഞ്ഞാൽ എന്താ? ബാപ്പ ഏതാണ്? തൗഹീദാണ്. എല്ലാ നബിമാരുടെയും തൗഹീദ് ഒന്നാണ്. ഉമ്മയിൽ വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലല്ലേ? ഇപ്പം ഈസാ നബിന്റെ ശരീഅത്തെല്ലാം മൂസാ നബിക്ക് ഉണ്ടാകും, മൂസാ നബിന്റെ. പക്ഷെ തൗഹീദിൽ എന്തില്ല? ആദം നബിയുടെ മുമ്പ് തൗഹീദായത് ആദം നബിക്കും തൗഹീദാണ്, ഇന്നും തൗഹീദാണ്, നാളെ തൗഹീദാണ്, ഖിയാമത്ത് നാൾ വരെ തൗഹീദ്. ഇങ്ങനെ മാറൂല. ഇന്ന് ചുരുക്കാ, നാളെ തൗഹീദാവില്ല, നാളെ തൗഹീദ് ഇന്ന് ചുരുക്കാവില്ല. മനസ്സിലല്ലേ? അത് കാലാകാലം തന്നെ ആയിരിക്കും. അത് അന്ന് ശിർക്കായത് ഇന്ന് ശിർക്കായിരിക്കും, അല്ലാത്ത ശിർക്കാവില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തൗഹീദിൻ്റെ മഹത്വം മനസ്സിലാക്കുക. അള്ളാഹു അല്ലാത്തൊരു പടപ്പിൻ്റെ മുമ്പിലും ഒരു മനുഷ്യനും തല കുനിക്കാൻ അനുവാദം ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. മയ്യത്ത് നമസ്കാരത്തിൽ സുജൂദ് റുക്കൂ ഉണ്ടോ? ഇല്ല. അതിൻ്റെ ഇക്വത്ത് എന്താ അറിയും? മയ്യത്ത് മുമ്പ് വെച്ചിട്ടാണ് നിസ്കരിക്കുക. മയ്യത്തൊരു മനുഷ്യനല്ലേ? അപ്പം ആ മനുഷ്യന്റെ മുമ്പിൽ അവൻ മരിച്ചവനാണെങ്കിൽ പോലും അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂ. ഇനി അതിലൊരു ചില അബദ്ധങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്നത് വെച്ചപ്പോൾ ഇപ്പോൾ ഈ ഫർദ് നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെയാണ് മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ ചില ആളുകൾ മയ്യത്ത് കൊണ്ടുവച്ചുകൊണ്ട് മിഹ്റാബിലൂടെ കൊണ്ടുവയ്ക്കും മയ്യത്ത്, എന്നിട്ട് അസർ നിസ്കരിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ മയ്യത്ത് എവിടെ വെക്കണ്ട്? മയ്യത്തിൻ്റെ ബാക്കിൽ വെക്കണ്ടേ? മയ്യത്ത് നിസ്കരിക്കുന്നവൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് ഫർദ് നിസ്കാരം. പിന്നെ ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്ത് എടുക്കുക, മുമ്പൊക്കെ വെക്കുക, എന്നിട്ട് മയ്യത്തിന് നിസ്കരിക്കുക. അല്ല മയ്യത്ത് മുമ്പിൽ വെച്ച് കണ്ട് അതിൻ്റെ മുമ്പിൽ ഫർദ് നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഖബറുള്ള പള്ളി നിസ്കരിക്കാൻ പാടില്ല, മഖബറുള്ള പള്ളി നിസ്കരിക്കാൻ പാടില്ല, ജാറുള്ള പള്ളി നിസ്കരിക്കാൻ പാടില്ല. അത് പള്ളിയല്ല, മഖബറാണ്. ഖബർസ്ഥാൻ നിസ്കരിക്കാം. മയ്യത്ത് നിസ്കാരം മാത്രമേ ഖബർസ്ഥാൻ നിസ്കരിക്കാൻ പാടുള്ളൂ. ഭൂമിയിൽ എല്ലാ സ്ഥലത്തും നിസ്കരിക്കുക. രണ്ട് സ്ഥലത്ത് പാടില്ല. ഒന്ന് ഹമ്മാമിൽ പാടില്ല, കുളിമുറി ബാത്റൂമിൽ പാടില്ല, അതുപോലെ തന്നെ മഖബറയിലും പാടില്ല. അല്ലാത്ത എല്ലാ സ്ഥലത്തും നിസ്കാരം അനുവദനീയമാണ്, ശുദ്ധിയുള്ള സ്ഥലമാണെങ്കിൽ. ശരിയല്ലേ? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അല്ലാത്തൊരു പടപ്പിനും സുജൂദില്ല. അത് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ ദീൻ അതാണ്. നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെ വന്നു പോയ തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് പുറത്തെടുക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുവെന്നുള്ളവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവസാന ശ്വാസം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി പണിയെടുക്കാനും ആ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് വരുന്ന ശനിയാഴ്ച അരീക്കോട് വെച്ചിട്ട് നമ്മുടെ ഡയലോഗ് നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക. ഇവിടെ പ്രത്യേകിച്ച് വണ്ടിയൊന്നുമില്ലല്ലോ.
എല്ലാവരും അവനവൻ്റെ വാഹനത്തിൽ എന്ത് ചെയ്യുക, പിന്നെ അരീക്കോട് നമ്മുടെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അസറിന് ശേഷം കേട്ടോ. ആ അവിടെ പന്തലിട്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിരുന്നു. അതൊക്കെയാണല്ലോ ഇപ്പം